ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അർഷ പാത്തോസ് ചാനൽ വൺസ് അഗെയിൻ. അപ്പോൾ ഞാൻ ഇന്നിവിടെ മെയിനായിട്ട് പറയാൻ വന്നൊരു ടോപ്പിക് എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ സോഷ്യൽ മീഡിയാസിലെല്ലാം എല്ലാവർക്കും അറിയുന്ന ഒരു ടോപ്പിക്കാണ് ഫസ്മിന സാക്കിർ ഹുസൈൻ്റെതും ഷിബിലി എന്ന് പറഞ്ഞ വ്യക്തി ലല്ലുബീൻ്റെ ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. സോ യൂഷ്വലി ഞാൻ അങ്ങനെ ഒരു പോസ്റ്റിന് ഞാൻ കമൻറ്റ് ഇടാത്തൊരു വ്യക്തിയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഫസ്മിന റീസെൻ്റ്ലി ഇട്ട് ഒരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. അതിൽ ഫസ്മിന വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു, ലൈക്ക് ഷിബിലി എന്ന് പറഞ്ഞ ഒരു വ്യക്തി വളരെയധികം ഫ്രോഡായിട്ടുള്ള ഒരു വ്യക്തിയാണ്. സ്വന്തം സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോലും അവൻ സെക്ഷലി അബ്യൂസിന് വരെ അവൻ സെക്ഷലി അബ്യൂസിന് വരെ അവൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഫസ്മിന സാക്കിർ അതിൽ ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. സോ ജസ്റ്റ് അതിൻ്റെ കമൻറ്റ്സ് ഒന്ന് വായിച്ചു നോക്കാൻ പോയപ്പോൾ ഞാൻ താഴെ കൊടുക്കുന്ന ഈ ഒരു അക്കൗണ്ട് ഫിദ എന്ന് പറഞ്ഞാൽ, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ ട്രൂ ഈസ് ദിസ് അക്കൗണ്ട്. എത്രത്തോളം ഒറിജിനൽ ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും ഇത് ട്രസ്റ്റബിൾ അല്ല. എന്നാൽ തന്നെ ഞാൻ പറയുന്നത് ഈ ഒരു അക്കൗണ്ട് ഹോൾഡർ ആരാണെങ്കിലും എനിക്ക് ആ വ്യക്തിനോടാണ് ഇത് പറയാനുള്ളത്. ആ വ്യക്തി അതിലിൻ്റെ താഴെ തന്നെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, നിൻ്റെ ഹസ്ബൻഡ് തന്നെയല്ലേ, പിന്നെ ഇത്രയൊക്കെ പറയാൻ പറ്റുമോ എന്നുള്ളൊരു രീതിയിൽ കമൻറ്റ് ഉണ്ടായിരുന്നു. സോ അതിൻ്റെ താഴെ ഐ ക്ലിയർലി സ്റ്റേറ്റഡ് അവൻ ഹസ്ബൻഡ് ആയിരുന്നു, ഇപ്പോഴും അവൻ ഹസ്ബൻഡ് ആണ് എങ്കിൽ ഒരിക്കലും ഫസ്മിന എന്ന് പറഞ്ഞൊരു വ്യക്തി അവനെ കുറിച്ച് ഇത്രയും നെഗറ്റീവായിട്ടുള്ളൊരു സംസാരിക്കത്തില്ല. കാരണം ഫസ്മിന എന്ന് പറഞ്ഞ അദ്ദേഹം അത്രയും വേഴ്സ്റ്റ് സിറ്റുവേഷനിലേക്ക് കൂടെ മൂവ് ഓൺ ചെയ്യുന്നത് കൊണ്ടായിരിക്കും ആൾ ഇത്രയും എതിരായിട്ട് സംസാരിക്കേണ്ടുന്നത്. അതിൻ്റെ ബേസായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കമൻ്റൊക്കെ കാണിച്ചു തരാം. ഞാനിപ്പോൾ തന്നെ മെൻഷൻ ചെയ്യാം. എന്നാൽ തന്നെ ഞാൻ ഓരോ കമൻറ്റും ഞാനിത് പാർട്ടായിട്ട് എന്തായാലും ഇടുന്നതായിരിക്കും. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെ ഈ ദേ കേഴ്സ് ടു ദിസ് വേൾഡ്, അങ്ങനെ തന്നെ എനിക്ക് പറയാം. അവർ ഈ വേൾഡിൽ തന്നെ കേഴ്സ് ആയിട്ട് വരുന്ന കുറച്ച് ആൾക്കാരാണ്. സോ ഒരു പ്രോബ്ലംസ് നടന്നുകൊണ്ടിരിക്കുമ്പം ഒരിക്കലും വിത്ത്സ്റ്റാൻഡ് ചെയ്യാത്തതിന് പകരം അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുകയും, ഈ ഫിദ എന്ന് പറഞ്ഞ അക്കൗണ്ട് ഹോൾഡർ എന്നോട് ചോദിക്കുകയാണ് ഈ ഫസ്മിന എന്ന് പറയുന്ന വ്യക്തി പറയുന്നതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് ആർക്കറിയാമെന്ന്. സോ വാട്ട് ഷീ മീൻസ് ഓർ വാട്ട് ഹി ഓർ ഷീ, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അതിൻ്റെ ബേസ്ഡ് ആയിട്ട് തന്നെ ഞാനിത് ജസ്റ്റ് ഒരു ഒന്ന് ഓടിച്ച് പറയാമെന്ന് പറഞ്ഞാൽ ആൾ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനും, അതായത് എൻ്റെ ഫീച്ചേഴ്സ് കാണാൻ ട്രാൻസ്ജെൻഡറിനെ പോലെ ഉണ്ടെന്നും, അതായത് ടോട്ടലി നോൺ റിലേറ്റഡ് ടോപ്പിക്കാണ്. സോ എൻ്റെ ഫീച്ചേഴ്സ് കാണാൻ ട്രാൻസ്ജെൻഡേഴ്സിനെ പോലെ ഉണ്ടെന്നും ഞാൻ ട്രാൻസോഫോബിക് ആണെന്നും എന്തൊക്കെയോ പറഞ്ഞു. സോ ലെറ്റ് മീ ആസ്ക് വാട്ട്സ് റോങ് വിത്ത് ട്രാൻസ്ജെൻഡേഴ്സ്? അവർക്ക് എന്താണ് കുഴപ്പം ഗൈസ്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അവരും എല്ലാവരും നോർമലായിട്ടുള്ളൊരു ഹ്യൂമൻസ് ആണ്. അവരായിട്ട് ട്രാൻസ്ജെൻഡർ എന്നുള്ളൊരു തിരഞ്ഞെടുത്തതല്ല. അവരുടെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് അത് വന്നതാണ്. സോ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് കൊണ്ട് തന്നെ സംസാരിക്കുകയാണ്. ഈ ഫിദ എന്ന് പറഞ്ഞൊരു വ്യക്തി അതും പറഞ്ഞ് അതിനുശേഷം അവൾ പറയാണ് ഫസ്മിനെ സെലക്ട് ചെയ്തതിൻ്റെ റോങ് ആയിരിക്കുന്നു. ഇതൊരിക്കലും ഒരാളെ സെലക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ഒരിക്കലും ഇതൊരു കോസ്മെറ്റിക്സോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ്യൂംസോ അല്ല. നമുക്ക് അത് ജസ്റ്റ് കണ്ടിട്ട് സെലക്ട് ചെയ്യണം. നമുക്ക് അവരെ ഉള്ളിലൊരിക്കലും കയറി ഇറങ്ങാനോ എന്താണ് ഈ വ്യക്തി നമുക്ക് പഠിച്ചിട്ട് ഒരാളെ നമുക്ക് നിക്കാഹ് ചെയ്യാനോ കല്യാണം കഴിക്കാനോ പറ്റത്തില്ല. സോ ദാറ്റ് ഈസ് വാട്ട് ഹിയർ ഹാപ്പൻഡ്. അപ്പം ആൾ ഇത്രയും അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഇത്രയും അൺഎഡ്യൂക്കേറ്റഡ് ബ്രൂട്ട്സിനോട് എനിക്കൊന്നും പറയാനില്ല. സ്റ്റിൽ ഈ ഫിദ എന്ന് പറഞ്ഞ അക്കൗണ്ട് ഹോൾഡറിനെ ഫോളോ ചെയ്യുന്ന കുറച്ച് വ്യക്തികളുണ്ടാവും. ആ വ്യക്തികൾ ഇത് കാണണം എന്തായാലും. പിന്നെ ആളെന്താ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, how do you know that she is telling the truth? Women lies are more like to be white lies to protect feelings എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആളുടെ പേര് ഫിദ എന്നാണ്. ആളില്ല അക്കൗണ്ടും വുമൺ ആണ്. എന്നിട്ട് തന്നെ ആള് വുമണിനെ പറയാണ്, വുമന്റെ കളവ് എന്ന് പറഞ്ഞാൽ സ്വന്തം ഫീലിങ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കള്ളത്രാണങ്ങളാണ് സ്ത്രീകൾ പറയുന്നത് എന്നാണ് ഈ ഫിദ എന്ന് പറഞ്ഞ വുമൺ ആയിട്ട് തുടങ്ങിയ അക്കൗണ്ടിലെ പെങ്കൊച്ച് പറഞ്ഞിട്ടുള്ളത്. സോ ഞാൻ ചോദിക്കട്ടെ, ആളിപ്പം ഒരു ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു വുമൺ ആണെങ്കിൽ ഒരിക്കലും ഇത് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഒരു വുമണും തന്നെ സ്വന്തം ഫീലിങ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും സ്വന്തം ഹസ്ബൻഡിനെ ഒരു സോഷ്യൽ മീഡിയാസിന്റെ മുന്നിലേക്ക് വലിച്ചിടുന്നു എനിക്ക് തോന്നുന്നില്ല. സോ പിന്നെ ആളെൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ ഒരിക്കലും ഫസ്മിനേൻ്റെ ട്രൂ ആയിട്ടുള്ള ഒരു ഫാൻ അല്ല. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ ഫസ്മിനേൻ്റെ ഫാൻ ആണെന്ന്. ഐ എം നോട്ട് ഈവൻ ഹർ ഫാൻ. ഞാൻ ഒന്നുമല്ല. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫസ്മിന സാക്കിർ ഹുസൈൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഈ ഒരു സിറ്റുവേഷനിലേക്ക് കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഐ ജസ്റ്റ് തോട്ട് I'll come up with something നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളെ കൊണ്ടൊന്നും ഈ ഒരു സൈഡിൽ നിന്ന് ഓക്ക് വേണ്ടി ചെയ്യാൻ പറ്റൂല. അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ലിസൺ ഹർ, ബി എ ഗുഡ് ലിസണർ ഓഫ് ഹർ. ഓൾ എന്താ പറയുന്നത്, ഓളെ അതായത് എക്സ് ഹസ്ബൻഡിനെ കുറിച്ച് ട്രൂത്ത് റിവീൽ ചെയ്യാനില്ല, അത് പറയാൻ, അത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കുക. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഓൾ സത്യമാണോ പറയുന്നത് കളവാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഷിബ്ലി എന്ന് പറഞ്ഞ ഒരു വ്യക്തി സോഷ്യൽ മീഡിയാസിലേക്ക് വന്നിട്ട് അവന്റെ സൈഡിലുള്ള പ്രൂഫ് നിരത്തട്ടെ. സോ ലെറ്റ്സ് ബിലീവ് ദാറ്റ്, ദെൻ ലെറ്റ്സ് ഗെറ്റ് എ കൺക്ലൂഷൻ. ഇതിപ്പോൾ ഫസ്മിനെ മാത്രം വന്ന് പറയുമ്പോൾ ദർ ഇസ് ഓൺലി ഓപ്ഷൻ ടു വേ ഓഫ് ട്രസ്റ്റിംഗ് ഹർ. അതും ഈ ഫിദ എന്ന് പറഞ്ഞ വ്യക്തി ഒന്ന് മനസ്സിലാക്കണം.
പിന്നെ എന്താണ് ആൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, stop blaming marriage when you are bad at selecting partner. You have acquired the basic skill of selecting partner. Now and you blaming marriage. Grow up. അപ്പോൾ അതിൻ്റെ അകത്തോള് പറഞ്ഞതെന്ന് വെച്ചാൽ സ്റ്റോപ്പ് ബ്ലെയിമിങ് മാരേജ് വെൻ യു ആർ ബാഡ് അറ്റ് സെലക്ടിങ് പാർട്ട്ണർ. ആരും ഒന്നും തികഞ്ഞവരല്ല, ആർക്കും ആരെയോ ഉള്ളിൽ കയറി നോക്കാൻ പറ്റൂല എന്ന് ഞാൻ ഫിദാന്ന് പറഞ്ഞൊരു വ്യക്തിൻ്റെ അടുത്ത് ഞാൻ വീണ്ടും പറയാന്ന്. നാളെ പിറ്റേന്ന് നീ ഒരു ആണോ ആയിക്കോട്ടെ പെണ്ണോ ആയിക്കോട്ടെ, നീ നിന്റെ ഓപ്പോസിറ്റ് ജെൻഡറിനെ വിവാഹം കഴിക്കുമ്പോൾ നിനക്കും തെറ്റ് പറ്റാം. സോ ബിഫോർ യു സ്പീക്ക് തിങ്ക് ട്വൈസ് എന്നേ എനിക്ക് പറയാനുള്ളൂ. നിനക്ക് നല്ലത് തന്നെ വരട്ടെ. നീ ഇപ്പം എന്നോട് ഇത്രയും പറഞ്ഞാലും ഐ സ്റ്റിൽ ലൈക്ക്, ഞാൻ ഇപ്പോൾ നിൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് നല്ലത് തന്നെ വരട്ടെ. നിനക്ക് നല്ലത് വന്നിട്ടില്ലെങ്കിൽ നീ ഇപ്പം ഇട്ടേ കമൻറ്റ് നീ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. ബിക്കോസ് നമുക്ക് ആരെയും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, ആരും ഉള്ളിൽ കുത്തി ചികഞ്ഞിട്ടൊന്നല്ല ആരും ഏടി എത്തുന്നത്. സോ ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു ബ്ലെയിം എനിബഡി. പിന്നെ ആളെ എന്നെ ഇത്രയും, ഞാൻ ട്രാൻസ്ജെൻഡർ ആണെന്നും ഞാൻ ഫെമിനിസ്റ്റ് ആണെന്നും ഞാൻ എന്താ പറയുക ട്രാൻസോഫോബിക് ആണെന്നും ഇതൊക്കെ പറഞ്ഞിട്ട് എന്നോട് ആൾ തന്നെ പറയാണ് ഞാൻ സോ ജഡ്ജ്മെൻ്റൽ ആണെന്ന്. സോ പ്ലീസ് ദയവ് ചെയ്തിട്ട് ഇങ്ങനെയില്ല ആൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. അതായത് ഒരാൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന അറിഞ്ഞിട്ടും ആ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആളെ സപ്പോർട്ട് ചെയ്യാൻ ഈ ഫിദാന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഹോൾഡർ കാണിക്കുന്ന മനസ്സ്. സോ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ സോഷ്യൽ മീഡിയാസിൽ തന്നെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി എന്തായാലും ഞാൻ പാർട്ട് 2 ആയിട്ട് ആൾ പറഞ്ഞ കൂടുതൽ ഡീറ്റെയിൽസും ഇതുമായിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഗൈസ് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ബൈ ബൈ, ടേക്ക് കെയർ, ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ, ഡു ഫോളോ മൈ ചാനൽ. ബൈ ബൈ.